ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല കനലിൽ ചുട്ടെടുത്തൊരു മീൻ ഫ്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ്. കിളിമീൻ വെച്ചാട്ടോ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു 5-6 ചുമന്ന ഉള്ളി, ഒരു 8-9 അല്ലി വെളുത്തുള്ളി, മല്ലിയില, കരിയാപ്പില, പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ചെറിയ കാന്താരി, നല്ല എരിയുള്ള കാന്താരിയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം, മുഴുവൻ അരഞ്ഞില്ല, ഒന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് വീണ്ടും മസാല ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്ത് അതിൻ്റെ നീര്, പിന്നെ ശകലം കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ, അത് സ്കിപ്പായി പോയതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പ്, പുളി, എരിയൊക്കെ നോക്കണം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. പിന്നെ മീൻ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തലയൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് മസാല പുരട്ടി ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയേ. അപ്പോൾ ഒരു വാഴയില എടുത്തു. വാഴയില ഞാൻ വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാനാണ് വാട്ടിയെടുത്തത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത ശേഷം ഒരു ഫോയിൽ പേപ്പർ എടുക്കാം. ഫോയിൽ പേപ്പറിനകത്ത് വീണ്ടും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണേ. അങ്ങനെ ഞാൻ 2 മീൻ ഇതുപോലെ തന്നെ ഞാൻ എടുത്ത് കവർ ചെയ്തിട്ട്, 2 മീനാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 2 മീൻ ഞാൻ ഇതുപോലെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കനലിൽ ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ ഞാൻ കനൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂട് വേണം കേട്ടോ. അപ്പം ഞാനിതാണ്ട് ഗ്രില്ലിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്കിനി കനലിൽ നിന്ന് ചുട്ടെടുക്കാമേ. അപ്പം ഇതാണ്ട് കനലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കണം. ശകലം സമയം പിടിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ കനലിൻ്റെ ചൂടനുസരിച്ചിരിക്കും ഇത് മീൻ വേവുന്നത്. മീൻ വെന്ത് കിട്ടും, പക്ഷേ സമയം കുറച്ച് പിടിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നേരം എടുത്ത് സമയം തിരിച്ചും മറിച്ചുവിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മീൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തോ ഇല്ലയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. നമ്മളൊരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ തോന്നുവേ. അപ്പോൾ അതാണ് നല്ല, ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കുകയും വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ചെമ്പല്ലിയൊക്കെ കിട്ടും, ചെമ്പല്ലി എല്ലാം ദശ കട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമില്ല, ഒന്നിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചുമ്മാ ഇതുപോലെ ചൂടോടെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കല്ലേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.